الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنني هداني ربي إلى صراط مستقيم دينا قيما ملة إبراهيم حنيفا وما كان من المشركين. قل إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവലോക സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൃത്യമായി സൂക്ഷിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ കഴിവിൻ പരമാവധി ശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ അടിമകളിൽ ഏറ്റവും ഉത്കൃഷ്ടരായ ദീനിൻ്റെ, ഇസ്ലാമിൻ്റെ അനുയായികളായി അള്ളാഹു നമ്മെ തിരഞ്ഞെടുത്തത് അവൻ്റെ നമ്മോടുള്ള അളവറ്റ അനുഗ്രഹം കൊണ്ടാണ്, കാരുണ്യവും കൊണ്ടാണ്. ഈ ഭൂമിയിലെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് പ്രവാചകന്മാർ മുഖേന എല്ലാ മനുഷ്യരെയും അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്, മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, സന്തോഷ വാർത്തയും അവർക്ക് നൽകിയിട്ടുണ്ട്. ഇന്ന അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറ. പ്രവാചകരെ തങ്ങളെ നാം അയച്ചിട്ടുള്ളത് സാക്ഷിയായ നിലയിലും സന്തോഷവാർത്ത അറിയിക്കുന്നവനായും മുന്നറിയിപ്പ് നൽകുന്നവനായി കൊണ്ടുമാണ്. പ്രവാചകന്മാരുടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് സന്തോഷവാർത്ത, അതിനെ ധിക്കരിച്ച് ജീവിക്കുന്നവർക്ക് ഇഹത്തിലും പരത്തിലും മുന്നറിയിപ്പ്. അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകളിൽ പെട്ടതാണ് നാമൊക്കെ ദിനേന നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ. അത് ഭൂമിയിൽ നിന്നുള്ളതാകട്ടെ, ആകാശത്ത് നിന്നുള്ളതാകട്ടെ, ഭരണാധികാരികളിൽ നിന്നുള്ളതാകട്ടെ, എല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളാണ്. അവകളെ പരീക്ഷണങ്ങളായി കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നന്നാക്കി തീർക്കലാണ് നമ്മുടെ ഉത്തരവാദിത്വം. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ.
നന്നാകുന്നതിന് വേണ്ടിയാണ് ചെറിയ പണികൾ ആദ്യം തരുന്നത്, വലിയ പിടുത്തം വരുന്നതിന് മുമ്പ്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ ഭീമാകാരമായ അത്യാഹിതമുണ്ടായി. ഭൂമി ഉണ്ടായ അന്നു മുതൽ ഇന്നേ വരെ അതിനെ പിടിച്ചു നിർത്തിയിരുന്ന ഒരു ശക്തി അതിനെ കൈവിട്ടു. പർവ്വതങ്ങൾ കണക്കെ ഉയർന്നു നിൽക്കുന്ന മഞ്ഞുമലകളും പാറകളും മണ്ണും ചെളിയും വൃക്ഷങ്ങളും എല്ലാം കുത്തി ഒഴുകി വന്ന് എത്രയോ ആളുകളെയാണ് അത് മൺമറച്ച് കളഞ്ഞത്. ഇന്നിവിടെയാണെങ്കിൽ നാളെ വേറൊരു സ്ഥലത്ത്, പിന്നീട് വേറൊരു സ്ഥലത്ത്, ലോകത്തിൻ്റെ രാജ്യത്തിൻ്റെ ഒക്കെ പല ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുക. എന്നിട്ടും മനുഷ്യരാകുന്ന നാം പാഠം പഠിക്കുന്നില്ല എന്നതാണ് ദുഃഖകരമായ അവസ്ഥ. പ്രത്യേകിച്ച് ഈ സമുദായത്തിൻ്റെ ഖുർആനിൻ്റെ ആളുകൾ, അവരാണ് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവർ. കയറൂരി വിട്ടതുപോലെ, അഴിച്ചു വിട്ടതുപോലെയാണ് നമ്മുടെ സമുദായത്തിലെ സ്ത്രീകളും പുരുഷന്മാരും യുവാക്കളും യുവതികളും എല്ലാം. അവരുടെ ഓരോ പ്രവർത്തനങ്ങളും അവരുടെ ഓരോ അഴിഞ്ഞാട്ടവും കാണുമ്പോൾ അള്ളാഹു ഈ തന്നതെല്ലാം വളരെ ചെറുതാണെന്നേ നമുക്ക് പറയാനുള്ളൂ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൽ നിന്നുള്ള പിടുത്തം വന്നാൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ലോകം എത്ര ഉയർന്നാലും വികസിച്ചാലും, എത്ര സൗകര്യങ്ങൾ നമുക്കോ നമ്മുടെ ഭരണ സംവിധാനത്തിനോ ഉണ്ട് എന്ന് നാം വിചാരിച്ചാലും അതൊന്നും തടഞ്ഞു നിർത്താൻ ആരെക്കൊണ്ടും കഴിയില്ല. നാം ഒക്കെ ഒരു നിലയിൽ അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ ഇതിൻ്റെയൊക്കെ അനുഭവസ്ഥരാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നന്നാക്കി തീർക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം. നമ്മുടെ മക്കളെ, അത് ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, അവരെ കയറൂരി വിടുക എന്നത് തീർച്ചയായും നാം അള്ളാഹുവിനോട് സമാധാനം പറയേണ്ടി വരും. അനിസ്ലാമിക ആഘോഷങ്ങളിലും അനിസ്ലാമികമായ മറ്റു പ്രവർത്തനങ്ങളിലുമെല്ലാം നാം ഏർപ്പെടുകയും അതിൽ കൂത്താട്ടമാടുകയും ഒക്കെ ചെയ്യുന്നത് അള്ളാഹുവിൽ നിന്നുള്ള പിടുത്തം ഗൗരവതരമായ നിലയിൽ ഉണ്ടാകും എന്ന ഒരു ഭീകരമായ ഭീതിദത്തമായ അവസ്ഥയാണ് നാം ഒക്കെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര ഉപദേശിച്ചാലൊന്നും നമുക്കാർക്കും ഉപദേശം അത് ഫലപ്പെടുന്നില്ല. നാവിൽ നിന്നും ഒരിച്ചാനുള്ള ഹൃദയത്തിലേക്ക് നമ്മുടെ ഉപദേശങ്ങൾ ഇറങ്ങാറില്ല. ഒരു ചെവിയിൽ നിന്ന് കേട്ട് മറ്റൊരു ചെവിയിലൂടെ നാം അതിനെ പുറന്തള്ളുകയാണ്. അപ്പോൾ ഖുർആനോ സുന്നത്തോ നമ്മുടെ ജീവിതത്തിലേക്ക് വരാത്തിടത്തോളം കാലം ഒന്നിനു പിറകെ മറ്റൊന്നായി പ്രതീക്ഷിക്കുക എന്നല്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ കാലാകാലത്തേക്കുള്ള നരകത്തിൻ്റെ വിറക് കൊള്ളികളായി നാം മാറുമെന്നല്ലാതെ വേറൊന്നും ഇതിന് പറയാനില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ആവർത്തിച്ചുണർത്തുന്നുണ്ട്. ഫത്തബിഊഹു ലഅലക്കും തഹ്തദൂൻ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് തുടങ്ങിയ ആയത്തുകളും ഹദീസുകളും നമുക്ക് കാണാൻ കഴിയും. വതുഅസ്സിറൂഹു വതുവഖിറൂഹു വതുസബ്ബിഹൂഹു ബുക്റതൻ വഅസീല. നബിയെ നിങ്ങളിലേക്ക് നാം അയച്ചിട്ടുള്ളത് ആ നബിയെ നിങ്ങൾ സഹായിക്കാനും ആ നബിയെ ആദരിക്കാനും രാവിലെയും വൈകിട്ടും അള്ളാഹുവിനെ പുകഴ്ത്താനും വേണ്ടിയാണ്. നബിയെ ആദരിക്കുക, നബിയെ സ്നേഹിക്കുക, നബിയെ ബഹുമാനിക്കുക, നബിയെ അനുധാവനം ചെയ്യുക എന്നാൽ
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ, കൽപ്പനകൾ, നിർദ്ദേശങ്ങൾ, ജീവിത രീതികൾ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ മക്കളുടെ, നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ സഹപാഠികളുടെ ഒക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ മേഖലയിലും മാതൃക ഉള്ളയാളാണ്. നല്ലൊരു പിതാവാണ്, നല്ലൊരു ഭർത്താവാണ്, നല്ലൊരു ഭരണതന്ത്രജ്ഞനാണ്, നല്ലൊരു യോദ്ധാവാണ്, നല്ലൊരു ബിസിനസ്സുകാരനാണ്, നല്ലൊരു വഴികാട്ടിയാണ്, നല്ലൊരു അധ്യാപകനാണ്. ഏത് മേഖല എടുത്തോ ആ മേഖലയിലെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകയുള്ളയാളാണ്. അതുകൊണ്ടാണ് പടച്ച തമ്പുരാൻ പറഞ്ഞത്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ കസീറ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. അള്ളാഹുവിനെ ആഗ്രഹിക്കുന്നവർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നവർ. ക്ഷമയുടെ അങ്ങേയറ്റമാണ്, ധർമ്മിഷ്ഠതയുടെ അങ്ങേയറ്റമാണ്. എല്ലാ നിലയിലും ഉത്തമനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിൻ്റെ ജീവിതമാണ് ആ സ്വഹാബികൾ തുടർന്നത്. അതുകൊണ്ടാണ് അവർ ലോകത്തിന് നക്ഷത്ര തുല്യരായ വിളക്കുകളായി മാറിയത്, മാതൃകാ പുരുഷന്മാരായത്. അദ്ദേഹത്തോടൊപ്പം സഹവസിച്ചവർ അവരുടെ അനുഭവങ്ങൾ അവർ പറയുകയാണ്. നീണ്ട 10 വർഷം അനസ് റളിയല്ലാഹു അൻഹു നബിയോടൊപ്പം ഖിദ്മത്തിലായി, നബിക്ക് സേവനത്തിനായി കഴിഞ്ഞുകൂടി. അദ്ദേഹം പറയുകയാണ്, എൻ്റെ ജീവിതത്തിൽ ഈ 10 വർഷത്തിൽ ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഛേ എന്ന ഒരു അപസ്വരത്തിൻ്റെ, ഒരു ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വലാ ഖാല ലി ഷൈഇൻ ഫഅൽതുഹു ലിമ ഫഅൽത, ഞാൻ ചെയ്ത ഒരു കാര്യത്തെ പറ്റി നീ എന്തിനാണത് ചെയ്തത് എന്നെന്നോട് ചോദിച്ചിട്ടില്ല. വലാ ലി ഷൈഇൻ ലമ ഫഅൽഹു അല്ല ഫഅൽത, ഒരു കാര്യത്തെ നീ എന്തുകൊണ്ട് അതങ്ങനെ ചെയ്തില്ല എന്നും നബി എന്നോട് ചോദിച്ചിട്ടില്ല. വകാന അഹ്സനുൻ നാസി ഖുലുഖൻ വ മുഅല്ലിമൻ, നല്ലൊരു സ്വഭാവത്തിനുടമയും നല്ലൊരു അധ്യാപകനുമായിരുന്നു അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹ് ഇബ്നു അബിൽ ഹുമൈസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബായഅതു അൻ-നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബല അൻ യുബ്അസ, നബിയെ നബിയായി നിയോഗിക്കുന്നതിന് മുമ്പ്, അഥവാ നബിയുടെ 40 വയസ്സിന് മുമ്പ് ഞാൻ നബിയുമായി ഒരു ബൈഅത്ത്, ഒരു കരാർ ചെയ്തിരുന്നു, ഒരു ഉടമ്പടി ചെയ്തിരുന്നു. വ ബഖിയത്ത് ലഹു ബഖിയത്തുൻ, അങ്ങനെ അദ്ദേഹത്തിന് ഞാൻ കുറച്ച് വസ്തു കൊടുക്കാനുണ്ടായിരുന്നു. ഫവഅത്തുഹു അൻ ആത്തിയഹു ബിഹാ ഫീ മക്കാനിഹി, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പം പോയി അത് വീട്ടിൽ നിന്നും എടുത്തു കൊണ്ടുവരാം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നബി ആകുന്നതിന് മുമ്പ്. നസീതു, പക്ഷെ അത് പറഞ്ഞ് ഞാനങ്ങോട്ട് പോയി, ഞാൻ ഈ സംഗതി മറന്നും പോയി. ഫദക്കർത്തു, ഞാൻ ഓർത്തത് ബഅദ സലാസ്, 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. അല്ല, ഇങ്ങനെ ഒരു വാക്ക് ഞാൻ മുഹമ്മദിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. അന്ന് നബിയല്ല, അള്ളാഹുവിൻ്റെ റസൂൽ. 3 ദിവസത്തിന് ശേഷമാണ് ഞാൻ ഓർത്തത്, ഇങ്ങനെ ഒരു വാക്ക് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞല്ലോ, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം എന്ന വാക്ക് ഞാൻ ഓർത്തത് 3 ദിവസത്തിന് ശേഷമാണ്. അദ്ദേഹം പറയുകയാണ്, ഫഇദാ ഹുവ ഫീ മക്കാനിഹി, ഞാൻ 3-ാം ദിവസം വന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞ അതേ സ്ഥലത്ത് അദ്ദേഹം ഞാൻ വരുന്നതും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. ക്ഷമയുടെ നിറകുടമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറയുകയാണ് എന്നോട്, ഫഖാല ലഖദ് ശഖഖത അലയ്യ, അബ്ദുല്ലാ,
എന്നെ നീ പ്രയാസപ്പെടുത്തി കളഞ്ഞല്ലോ. ഇന്ന ഹാഹുന മുന്തു സലാത്ത് അംതളിറുക, നീ വരുന്നതും പ്രതീക്ഷിച്ച് 3 ദിവസമായി ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് മാതൃകയുണ്ട് എന്നതിന് എത്രയെത്രയോ ഇതേപോലത്തെ ഉദാഹരണങ്ങൾ. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നബിയെ അനുസ്മരിക്കുക, നബിയെ തുടരുക, നബിയെ പ്രാവർത്തികമാക്കുക, നബിയെ അനുധാവനം ചെയ്യുക എന്നാൽ നബിയുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. നബിയുടെ സ്വഭാവത്തിലും നബിയുടെ പ്രവർത്തനത്തിലും നബിയുടെ കൊടുക്കൽ വാങ്ങലുകളിലും ബിസിനസ് മേഖലകളിലും കുടുംബ ജീവിതത്തിലും മക്കളുമായിട്ടുള്ള സഹവാസത്തിലും അയൽവക്കക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിലും ഏർപ്പാടുകളിലും എല്ലാം അള്ളാഹുവിൻ്റെ റസൂലായിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാർഗദർശനം നൽകേണ്ടത്. ഖുർആനിൽ എന്താണോ അള്ളാഹുവിൻ്റെ കൽപ്പന അതായിരുന്നു തങ്ങളുടെ പച്ചയായ ജീവിതം. എന്നാൽ നമ്മെപ്പോലത്തെ ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഒരു മലക്കോ അല്ലെങ്കിൽ ഒരു അഭൗതിക ജീവിയോ അല്ല എന്ന് പ്രവാചകനോടൊപ്പം ജീവിച്ച സ്വഹാബികളും നബിയുടെ കുടുംബവും നമുക്ക് സാക്ഷ്യപത്രം നൽകുകയാണ്. ഒരസാധാരണത്വം ഉള്ള അല്ല, നമ്മെപ്പോലത്തെ തന്നെ ഒരു മനുഷ്യനായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ. പക്ഷേ അള്ളാഹുവിൽ നിന്നും കൃത്യമായ ജീവിത രീതി, അള്ളാഹുവിൻ്റെ പരീക്ഷണമായി അള്ളാഹു ഈ ഭൂമിയിലേക്ക് നമ്മെ നിയോഗിച്ച് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച ഉത്തമനായ ദാസനും മനുഷ്യനും റസൂലുമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ. ഈ റസൂലിനെ എങ്ങനെയാണ് നാം തുടരേണ്ടതെന്നാൽ കുറേ ആഘോഷ പരിപാടികളോ കുറേ കൂത്താട്ടങ്ങളിലൂടെയോ അല്ല, മറിച്ച് സഹാബത്തിനോടൊപ്പം ജീവിച്ച കുടുംബവും നബിയുടെ നാട്ടുകാരും വീട്ടുകാരും നബിയോടൊപ്പം സഹവസിച്ച ആ ഉത്തമരായ മനുഷ്യരും എങ്ങനെയാണോ അനുധാവനം ചെയ്തത് അതേ പ്രകാരമായിരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി, നല്ല സ്വഭാവം കൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ എത്തിപ്പിടിക്കാൻ കഴിയും ദറജത ഖായിമിൽ ലൈൽ വസായിമിൻ നഹാർ, പകലിൽ കഷ്ടപ്പെട്ട് നോമ്പനുഷ്ഠിച്ച രാത്രി ബുദ്ധിമുട്ടി നിന്ന് നിസ്കരിച്ച ആൾക്കുള്ള പ്രതിഫലം എന്താണോ ആ പ്രതിഫലം ലഭിക്കും. എന്തുകൊണ്ട്? സത്യവിശ്വാസി സൽസ്വഭാവിയായി മാറിയാൽ. സത്യവിശ്വാസി സൽസ്വഭാവി അല്ലാത്ത ഒരവസ്ഥയുണ്ടായാലോ, ഇന്ന റജുല ലയകൂനു മിൻ അഹ്ലിസ് സ്വലാ വസ്സൗം വസ്സക്കാ വൽ ഹജ്ജ് വൽ ഉംറ, ഒരു മുഅ്മിൻ ഹജ്ജ് ചെയ്യും, ഉംറ ചെയ്യും, സക്കാത്ത് കൊടുക്കും, നോമ്പനുഷ്ഠിക്കും, നിസ്കരിക്കും. അതായത് ഒരുപാട് നാം വിചാരിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യും ഒരാൾ. ഹത്താ ദക്കറ സിഹാമൽ ഖൈർ, നബി വേറെയും ഒരുപാട് ഇതേപോലെയുള്ള ഇബാദത്തുകളുടെ നന്മകളുടെ പേരെടുത്തു പറഞ്ഞു. പക്ഷേ ഓമാ യുജ്സി യൗമൽ ഖിയാമ ഇല്ലാ ബിഖദ്രി മാ ഹഖല, ഖിയാമത്ത് നാളിൽ ഇവൻ്റെ നിസ്കാരത്തിനും ഹജ്ജിനും സക്കാത്തിനും നോമ്പിനും ഉംറയ്ക്കും ദാനധർമ്മങ്ങൾക്കും ഇവൻ്റെ മറ്റു മുഴുവൻ കർമ്മങ്ങൾക്കും അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നത് ഇവൻ്റെ സ്വഭാവത്തിൻ്റെ അവസ്ഥക്കനുസരിച്ചായിരിക്കും. ഇവൻ എന്തു മനസ്സിലാക്കിയാണോ ഇവകളൊക്കെ നിർവഹിച്ചത് അതിനനുസരിച്ചായിരിക്കും. അപ്പോൾ സഹോദരങ്ങളെ, കുറേ കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നതിലല്ല മഹത് പുണ്യമുള്ളത് സൽസ്വഭാവത്തിലാണ്. ആ സൽസ്വഭാവം തുടരേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ആരിലുണ്ട് എന്നതാണ് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യം. ഏത് അവശത അനുഭവിക്കുന്ന, ഏത് ആവശ്യം നേരിടുന്ന വസ്തുവുണ്ടോ അവിടെയെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നു. സഹാബികൾ പറയുന്നു, യഊദുൽ മർള, തങ്ങൾ രോഗിയെ സന്ദർശിക്കും, വയത്തബിഉൽ ജനാസ, മയ്യത്തിനോടൊപ്പം പോകും,
വയുജീബു ദഅവത്തൽ മംലൂക്, പാവപ്പെട്ടവർ വിളിച്ചാൽ അതിന് ഉത്തരം കൊടുക്കും. വയർക്കബുൽ ഹിമാറ, കഴുതപ്പുറത്ത് കയറും. അതായത് അന്നത്തെ വാഹനങ്ങളിൽ പാവപ്പെട്ട ആളുകൾ പോകുന്ന വാഹനമാണ്. നമുക്ക് വേണമെങ്കിൽ സൈക്കിളെന്നോ അല്ലെങ്കിൽ ബൈക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കഴുതപ്പുറത്ത് നബിതങ്ങൾ സഞ്ചരിക്കും. യഖ്സിഫു നഅലൈഹി, ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ അത് തുന്നും. വയുഖീതു സൗബഹു, വസ്ത്രത്തിന് കീറ ഉണ്ടെങ്കിൽ അത് തുന്നും. വയഅമലു ഫീ ബൈത്തിഹി, വീട്ടുജോലികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും നബി ചെയ്യും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയഹ്ലിബു ഷാത്തഹു, തൊഴുത്തിൽ പോയി ആടിനെ കറക്കും അല്ലാഹുവിൻ്റെ റസൂൽ. അതോടൊപ്പം കാന ബശറം മിനൽ ബശരി, മനുഷ്യരിൽ ഒരു മനുഷ്യനായിരുന്നു അല്ലാഹുവിൻ്റെ റസൂൽ. പാവപ്പെട്ടവർക്ക് എവിടെയാണോ എന്താണോ ആവശ്യം അത് തേടി അന്വേഷിച്ച് എത്തിച്ചു കൊടുക്കുമായിരുന്നു. നബി പറയും, അനവ കാഫിറുൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദ, അനാഥകളെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇങ്ങനെയാണ് എന്ന് മുസബ്ബഹ, ചൂണ്ടുവിരലും ഇബ്ഹാം തള്ളവിരലും കൂടി ഉയർത്തിക്കൊണ്ട് നബി പറയുകയും ചെയ്യുമായിരുന്നു. അസ്സാഇ അലൽ അർമില, ഭർത്താവില്ലാത്ത വിധവകൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കൽ, അവരെ സഹായിക്കൽ. വൽ മിസ്കീൻ, അഗതികൾ, പാവപ്പെട്ട മനുഷ്യർക്കൊക്കെ നബി അതിനെ പെടുത്തിയിരുന്നത് കസ്സാഇ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ വഴിയിലുള്ള ഉന്നതമായ പ്രതിഫലമുള്ള ഒരു അമലായിക്കൊണ്ടാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി, നബി പറയാറുണ്ടായിരുന്നു, എനിക്ക് എന്തൊക്കെ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അത് തൻ്റെ മറ്റ് ആളുകൾക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതുവരെ മുഅ്മിനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് റസൂൽ സ്വഹാബികളെ പഠിപ്പിക്കുമായിരുന്നു. ഇതേപോലെയുള്ള അധ്യാപനങ്ങൾ കണ്ടും കേട്ടും പഠിച്ചും ഒക്കെ വളർന്നവരാണ് അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം ജീവിച്ച സ്വഹാബികൾ റളിയല്ലാഹു അൻഹു. എൻ്റെ സഹോദരങ്ങളെ, അവർ ഈ ഒരവസ്ഥയിലേക്ക് മാറിയത് ഈ നബിയെ തുടർന്നത് കൊണ്ടാണ്. അല്ലാതെ അവർക്കൊരു പ്രത്യേകതയുമില്ല. അബൂബക്കറെന്നോ ഉമറെന്നോ ഉസ്മാനോ എന്ന പേരിലല്ല അവരുടെ പ്രത്യേകതകൾ ഉള്ളത്. അവർ അവരുടെ ജീവിതത്തെ നബിയുടെ ജീവിതവുമായി അവർ തുലനം ചെയ്ത് ആ ജീവിതത്തിലേക്ക് അവർ കടന്നു വന്നു. അവരുടെ മുൻ ജാഹിലിയ ജീവിതത്തെ അവർ മാറ്റിവെച്ചു. ഈ ഒരവസ്ഥ നമുക്കൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ നാം നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം ഒരു മാതൃകയുള്ളയാളാക്കി, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുന്നവനാക്കി, അല്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിൽ നിന്നും വന്നു കിട്ടിയ ഈ സന്ദേശത്തെ, ഈ പ്രകാശത്തെ നാം തുടർന്നവരാക്കി എന്ന ഗണത്തിൽ പെടാൻ നമുക്ക് കഴിയുകയുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ വിപത്തുകളിലൂടെ അള്ളാഹു നമ്മെ ഇവിടെയും പിടിക്കും, നാളെ ആഖിറത്തിൽ ശക്തമായ പിടുത്തത്തിന് നാം ഇരയാകേണ്ടി വരികയും ചെയ്യും. മുന്നറിയിപ്പുകാരൊന്നും നിങ്ങൾക്ക് എത്തിയില്ലേ എന്ന് അള്ളാഹു നമ്മളോട് അന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടിയായി നാം പറയും, എത്തിയിരുന്നു, പക്ഷേ നാം അതിനെ അവഗണിച്ചു എന്നും നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയേണ്ടി വരും ഗതികേടുകൊണ്ട്. ഫദൂഖു, തുടർന്ന് അള്ളാഹുവിൻ്റെ മറുപടി അനുഭവിച്ചോളാനായിരിക്കും. അനുഭവിച്ചോ എന്നുള്ള മറുപടി ആയിരിക്കും അള്ളാഹുവിൽ നിന്ന് വരുന്നത്. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹു ആവർത്തിച്ച് തരുന്ന ഉപദേശങ്ങളും പ്രകൃതിയിൽ നിന്നും ആകാശത്ത് നിന്നും വിണ്ണിൽ നിന്നും മണ്ണിൽ നിന്നും ഒക്കെ വരുന്ന വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളും ഭരണാധികാരികളിൽ നിന്നും വരുന്ന വ്യത്യസ്തങ്ങളായ നൂലാമാലകളും നിയമങ്ങളും എല്ലാം അള്ളാഹുവിൽ നിന്നുള്ള ഇബ്തിലാകളാണ്, ഫിത്തനകളാണ്. അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ നമ്മുടെ ജീവിതം കൊണ്ട് നാം പരിശ്രമിച്ചേ പറ്റൂ. ഇല്ലാത്ത ഒരവസ്ഥയാണ് നാം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇതിലിങ്ങനെ കിടന്ന് കെട്ടിമറിഞ്ഞ് കുഴഞ്ഞു മറിഞ്ഞ് പ്രായമാകുമ്പോൾ മരിച്ച് മണ്ണോട് ചേർന്ന് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ കൈകളിൽ ഒന്നുമില്ലാതെ കൈമലർത്തിയ അവസ്ഥയിലായിരിക്കും നാം അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലേണ്ടി വരിക.
അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായി നാം അനുധാവനം ചെയ്യണം. റസൂലിനോടൊപ്പം ജീവിച്ചവർ പൂർണ്ണമായും അനുധാവനം ചെയ്തു. അവർ നമ്മേക്കാൾ മോശമായ ഒരു അവസ്ഥയിൽ ജീവിച്ചവരും ആയിരുന്നു. എന്നിട്ടും അവർക്ക് മാറാൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് എനിക്ക്, അല്ലെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ നാട്ടുകാർക്ക് എന്തുകൊണ്ട് മാറാൻ കഴിയുന്നില്ല? നബിയോടൊപ്പം ജീവിച്ച ആളുകൾ മലക്കുകളല്ലല്ലോ, നമ്മെപ്പോലത്തെ മനുഷ്യരായിരുന്നു. ആ മനുഷ്യർക്ക് മാറാൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് മാറാൻ കഴിയുന്നില്ല? മാറാൻ കഴിയണം. കഴിയുന്നില്ല എങ്കിൽ നാം മുഅ്മിൻ എന്ന വാക്ക്, അല്ലെങ്കിൽ മുസ്ലിം എന്ന വാക്ക് പറയുന്നതിൽ ഒരു വിധത്തിലുള്ള യാഥാർത്ഥ്യമോ അകക്കാമ്പോ ഇല്ലാത്ത പൊയ് വാക്കുകളാണ് പറയുന്നതെല്ലാം. ഇത് നിങ്ങളോടെന്നല്ല, ഞാൻ എന്നോട് കൂടിയാണ് ഈ പറയുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ച അള്ളാഹു വെറുതെ ഇരിക്കുകയല്ല, മറിച്ച് ആ പ്രവാചകനിലുള്ള മാതൃക നിങ്ങൾ തുടർന്നോ എന്ന് നമ്മളോടുള്ള ചോദ്യം കൃത്യമായി ഉണ്ടാവുക തന്നെ ചെയ്യും. നബിയെ പറയുക, ഇന്നനി ഹദാനി റബ്ബി, എന്നെ റബ്ബ് നേർവഴിയിലാക്കി, ഇലാ സിറാത്തിൻ മുസ്തഖീം, മുസ്തഖീമായ നേരായ മാർഗത്തിലേക്ക്, ദീനൻ ഖിയമൻ മില്ലത്ത ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ നേരായ മില്ലത്തിലേക്ക്, വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ ആരാധകൻ ആയിരുന്നില്ല. അതുകൊണ്ട് ബഹുദൈവ ആരാധനകളുമായി ബന്ധപ്പെട്ട ഒന്നും നമ്മിൽ നിന്നും ഉണ്ടാകാനേ പാടില്ല. നമ്മുടെ മക്കളിൽ നിന്നും, നാമുമായി ബന്ധപ്പെടുന്നവരിൽ നിന്നും നമുക്ക് ഉപദേശിക്കേണ്ട രീതി എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ആ നിലയിലെല്ലാം അവരെ നാം ഉപദേശിച്ചു കൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിൽ അവരോടൊത്ത് നാമും തുള്ളിച്ചാടിയതിനും ശിർക്കിൽ സഹകരിച്ചതിനും ബിദ്അത്തിൽ പങ്കെടുത്തതിനും എല്ലാത്തിൻ്റെയും ശിക്ഷകൾ നാമും അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. വമാ കാന മിനൽ മുശ്രിക്കീൻ ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നാമൊക്കെ 5 നേരമുള്ള പ്രാർത്ഥനകളിലും സുന്നത്തായ നിസ്കാരങ്ങളിലും ഒക്കെ നാം പറയാറുള്ള പ്രാർത്ഥനയാണ്. നബിയെ പറയുക, എൻ്റെ ജീവിതം, എൻ്റെ മരണം, എൻ്റെ നിസ്കാരം, എൻ്റെ എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ അല്ലാഹുവിനല്ലാത്ത വേറെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു, അവനൊരു പങ്കുകാരനില്ല, എല്ലാം അള്ളാഹുവിന് മാത്രം സമർപ്പിക്കണമെന്ന് എന്നോട് കൽപ്പനയുണ്ട്. വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ്. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ ഒന്നാമത്തെ അനുസരണയുള്ളവനാണ് എന്ന് പറയാൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹുവിൻ്റെ കൽപ്പന. എൻ്റെ സഹോദരങ്ങളെ, അപ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ മരണം, നമ്മുടെ നിസ്കാരം, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും റബ്ബിനാണ് എന്ന് നാം കൈകെട്ടി പറയുകയും പ്രതിജ്ഞ എടുക്കുകയും ചെയ്തുകൊണ്ട് റബ്ബിനല്ലാത്തത് നാം ചെയ്താൽ അതും റബ്ബിനാണെന്ന് നാം കളവ് പറയുകയല്ലേ നമ്മുടെ പ്രതിജ്ഞയിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ പ്രതിജ്ഞയിലൂടെ നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാം, എൻ്റെ എല്ലാം ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി സമർപ്പിക്കുന്നു എന്ന് പറയുകയും റബ്ബ് പറയാത്ത കാര്യങ്ങൾ ചെയ്യുകയും റബ്ബിന് അനിഷ്ടകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുകയും ശിർക്കും കുഫറും ബിദ്അത്തും എല്ലാ തിന്മകളിൽ നാം സഹകരിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ റസൂലിനെ അനുധാവനം ചെയ്യുന്നവനാണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? ദുഃഖകരമായ അവസ്ഥയല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും, ഈ സമുദായത്തിൻ്റെയും ഈ സമുദായത്തിലെ പെൺകുട്ടികളുടെയും അവസ്ഥ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാമെന്നല്ലാതെ എന്തു പറയാൻ?
അത്യാഹിതങ്ങളും മഞ്ഞുമലകളും കല്ലിൻ്റെ കൂമ്പാരങ്ങളുമെല്ലാം മുകളിൽ നിന്നും ഉരുണ്ട് താഴേക്ക് വരുമ്പോൾ മൺമറഞ്ഞു പോകുന്നവരിൽ പെടാതെ അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കട്ടെ. ഇന്നൊരു സ്ഥലത്തല്ലെങ്കിൽ അടുത്ത സ്ഥലത്താണെങ്കിൽ അടുത്ത് വേറൊരു സ്ഥലത്തായിരിക്കും, പിറ്റേ ദിവസം വേറെ സ്ഥലത്തായിരിക്കും. അള്ളാഹു ഇതെല്ലാം പറയുന്നുണ്ട്. ഒന്നിരിക്കൽ നിങ്ങൾ ഉറങ്ങിക്കിടക്കവേ നിങ്ങളുടെ അടുക്കലേക്ക് അത്യാഹിതം വരാം, അല്ലെങ്കിൽ നിങ്ങൾ കളിച്ചുകൊണ്ടിരിക്കവേ നിങ്ങളെ നാം പിടികൂടാം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വെള്ള ടാങ്ക് കഴുകിക്കൊണ്ടിരിക്കവേ, നിങ്ങൾക്ക് ഡ്രസ്സ് തയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഡ്രസ്സ് മുറിച്ചുകൊണ്ടിരിക്കവേ നിങ്ങളെ അത്യാഹിതം പിടിപെടാം എന്ന വ്യത്യസ്തങ്ങളായ മുന്നറിയിപ്പുകൾ പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. അതിനെ മനസ്സിലാക്കി അതിനെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നന്നാക്കി തീർക്കാൻ തയ്യാറായാൽ ഞാനും രക്ഷപ്പെട്ടു, നിങ്ങളും രക്ഷപ്പെട്ടു, നാം എല്ലാവരും രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ പല പേരുകളിലായി നാം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ, അത് ടൂറിസം എന്ന പേരിലാകട്ടെ, എവിടെ അത്യാഹിതം ഉണ്ടാകുന്നുണ്ടോ അതിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അവിടെ ടൂറിസം പാക്കേജുകളും ടൂറിസവും ഉണ്ടാകും എന്ന യാഥാർത്ഥ്യം പല സംഭവങ്ങളിലൂടെ നാം ഒക്കെ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊന്നും അള്ളാഹുവിനും റസൂലിനും ഇഷ്ടപ്പെട്ട നിലയിലല്ല. അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ സഞ്ചരിക്കൂ, അള്ളാഹുവിൻ്റെ ഖുദ്റത്തുകളെ പറ്റി മനസ്സിലാക്കാൻ, മുൻഗാമികളായ അധർമ്മികളായ ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന് പഠിച്ചു ഗുണപാഠം ഉൾക്കൊള്ളാൻ. അല്ലാതെ അള്ളാഹുവിനും റസൂലിനും നല്ല മനുഷ്യന്മാർക്കും എതിർപ്പുള്ള കാര്യങ്ങൾ, അനിഷ്ടകരമായ പ്രവർത്തനങ്ങൾ ചെയ്യാനല്ല ടൂറിസം അള്ളാഹുവും റസൂലും നിർദ്ദേശിച്ചിട്ടുള്ളത്. ഗുണപാഠം ഉൾക്കൊള്ളാനാണ്. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അള്ളാഹുവേ, ഈ കാണുന്ന മഞ്ഞുമലകളും പാറകളും പർവ്വതങ്ങളും നദികളും കടലുകളും ഈ കാണുന്ന ഈ ഭംഗിയും ഈ ആകാശത്തിൻ്റെ ഈ സംവിധാനവും ഈ ഭൂമിയുടെ സംവിധാനവും ഈ നദിയുടെ സംവിധാനവും ഒന്നും വെറുതെ നീ സൃഷ്ടിച്ചതല്ല. ഇതിൻ്റെ പിന്നിലെല്ലാം വലിയ രഹസ്യങ്ങളുണ്ട്. അവസാനം റബ്ബി വഖിനാ അദാബന്നാർ, നരകത്തീയിൽ നിന്നും ഞങ്ങളെ കാക്കണം തമ്പുരാനെ എന്ന് സത്യവിശ്വാസി പറയുന്നവനും പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനുമായിരിക്കണം. ഇല്ലാത്ത ഒരു തോന്യാസ ജീവിതവും ടൂറിസവും ഒക്കെ ആണെങ്കിൽ സഹോദരങ്ങളെ, ഒന്നിനു പിറകെ മറ്റൊന്നായി ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നന്മയുടെ ആളുകളായി മാറാൻ, നന്മയുടെ വാക്താക്കളായി മാറാൻ നമുക്കൊക്കെ പടച്ച തമ്പുരാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനസ്തഹ്ദീഹി വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. അയ്യുഹന്നാസ് ഉസിക്കും വഇയ്യായ ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. സ്നേഹവും ബഹുമാനവും നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പടച്ച തമ്പുരാൻ്റെ വിധിവിലക്കുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കൃത്യമായി സൂക്ഷിച്ച് തഖ്വയോടെ ജീവിക്കാൻ കഴിവിൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, തീർച്ചയായും എൻ്റെ ഈ വഴിയാണ് നേരായ വഴി. ഇതിൽ നിന്നും തന്നെ മനസ്സിലായി ഇതല്ലാത്ത വഴികളൊന്നും മുസ്തഖീമല്ല.
വനഹദാ സിറാത്തി, എൻ്റെ തീർച്ചയായും എൻ്റെ ഈ വഴിയാണ്, മുസ്തഖീമൻ, നേരുള്ളത് ഇത് മാത്രമേ ഉള്ളൂ, ഫത്തബിഊഹു, അതിനെയാ നിങ്ങൾ തുടരേണ്ടത്. വലാ തത്തബിഉ സുബുൽ, വേറെ ഒരു വഴിയും നിങ്ങൾ തുടരരുത്. ഫതഫറഖ ബികും അൻ സബീലി, അങ്ങനെ നിങ്ങൾ വേറെ എൻ്റെ വഴിയല്ലാത്ത മറ്റു വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങൾ വഴി വ്യത്യസ്തമായ പല പല വഴികളിലേക്കും നിങ്ങൾ പോയി പോകും. അങ്ങനെ പോയാൽ അതിൻ്റെ ദുരന്തഫലം നിങ്ങൾ ഇവിടെയും നാളെ അവിടെയും അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. ദാലിക്കും വസാക്കും ബിഹി, ഇതാണ് എനിക്ക് നിങ്ങളോട് നൽകാനുള്ള ഉപദേശം, വസിയത്ത്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളായി മാറാൻ വേണ്ടി. അപ്പം മുത്തഖികളായി മാറാൻ ഒരു മാർഗമേ ഉള്ളൂ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായി മനസ്സ വാച കർമ്മണ ഫി ഹാലിഹി വഫആലിഹി വമഖാലിഹി, നബിയുടെ അവസ്ഥകളിൽ, നബിയുടെ വാക്കുകളിൽ, നബിയുടെ മൗനാനുവാദത്തിലെല്ലാം നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തുടരുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അനസ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നു, ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി എന്നോട് പറഞ്ഞു, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ഇൻ ഖദർത അൻ തുസ്ബിഹ വ തുംസിയ വലൈസ ഫി ഖൽബിക ഗിശ്ശുൻ ലി അഹദിൻ, നേരം വെളുക്കുമ്പോഴും വൈകുന്നേരമാകുമ്പോഴും ഒരാളെ പറ്റിയും നിന്റെ മനസ്സിൽ ഒരു കുശുമ്പും ഒരു അസൂയയും ഒരു മനം വിരട്ടലും ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ നിനക്ക് നേരം വെളുക്കാനും വൈകിട്ടാവാനും കഴിയുമെങ്കിൽ ഫഫഅൽ, നീ അങ്ങനെ തന്നെ ചെയ്യണം. തുമ്മക്കാൽ, പിന്നെ നബി പറഞ്ഞു, യാ ബുനയ്യ, പൊന്നുമോനെ, ദാലിക മിൻ സുന്നത്തി, ഇതാണ് എൻ്റെ ജീവിത രീതി, ഇതാണ് എൻ്റെ സുന്നത്ത്, ഇതല്ലാത്തത് എൻ്റെ സുന്നത്തല്ല. ഒരാളെ പറ്റി കുശുമ്പ് ഓർക്കുക, അസൂയ ഓർക്കുക, ഒരാളെ പറ്റി ദേഷ്യപ്പെടുക, ഇതൊന്നും എൻ്റെ രീതിയിൽ പെട്ടതേയല്ല. ഓമൻ അഹബ്ബ സുന്നത്തി, അനസ്, എൻ്റെ സുന്നത്തൊരാൾ ഇഷ്ടപ്പെട്ടാൽ, ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നാവിൻ്റെ പുറത്ത് ഇഷ്ടപ്പെട്ടു എന്നതല്ല, ജീവിതത്തിൽ ഇഷ്ടപ്പെട്ടാൽ, ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നതിൻ്റെ ഒന്നാമത്തെ ഘട്ടം നമ്മുടെ ഭാര്യമാരുമായി മക്കളുമായിട്ടുള്ള നമ്മുടെ ജീവിതം നന്നാക്കുക, തുടർന്ന് നമ്മുടെ അയൽവാസികളുമായി, തുടർന്ന് നമ്മുടെ സഹവാസികളുമായി, നാട്ടുകാരുമായി, രാജ്യക്കാരുമായി, പ്രദേശക്കാരുമായി, എല്ലാവരുമായി നല്ല ഒരു ചങ്ങാത്തവും നല്ലൊരു സ്നേഹവും ബന്ധവും ഉണ്ടാക്കി തീർക്കുക. ഫഖദ് അഹബ്ബനി, ഒരാൾ അങ്ങനെ ജീവിതത്തിൽ മാറ്റിയെടുത്താൽ അവൻ എന്നെ ഇഷ്ടപ്പെട്ടു. ഹുബ്ബുൻ നബി എന്ന വാക്ക് നാവ് കൊണ്ട് പറയാൻ സഹോദരങ്ങളെ നമുക്കൊക്കെ കഴിയും. നബിയോടുള്ള സ്നേഹം കുറേ പദ്യങ്ങളോ കുറേ ഗദ്യങ്ങളോ അല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ സമൂലം മാറ്റിയെടുക്കുക. ഓമൻ അഹബ്ബനി, അനസേ, ആരെന്നെ ഇഷ്ടപ്പെട്ടോ, എങ്ങനെ ഇഷ്ടപ്പെടുക? ജീവിതത്തിൽ എൻ്റെ ജീവിതമാക്കി മാറ്റുന്നോ, കാന മഈ ഫിൽ ജന്ന, സ്വർഗത്തിൽ അവൻ എന്നോടൊപ്പം ഉണ്ടായിരിക്കും. ഓമൻ റഗിബ അൻ സുന്നത്തി, എൻ്റെ സുന്നത്തിന് വിപരീതമായി ആര് ജീവിച്ചോ, ഫലൈസ മിന്നി, അവൻ എന്നിൽ പെട്ടവനേ അല്ല. ഒരാൾ നബിയുടെ ചര്യയ്ക്ക് വിപരീതമായി, നബിയുടെ സ്വഭാവത്തിന് വിപരീതമായി, നബിയുടെ കൊടുക്കൽ വാങ്ങലുകൾക്ക് വിപരീതമായി, നബിയുടെ കുടുംബജീവിതത്തിന് വിപരീതമായി, നബിയുടെ ബിസിനസ്സിന് വിപരീതമായി, നബിയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വിപരീതമായി, നബിയുടെ ഭരണ സംവിധാനങ്ങൾക്ക് വിപരീതമായി ഒരാൾ ജീവിച്ചാൽ നബി പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതെന്നിൽ പെട്ടതേയല്ല. മന്നഹിയ സുന്നത്തം മിൻ സുന്നത്തി ഖദ് ഉമീതത് ബഅദി, എൻ്റെ വഫാത്തിന് ശേഷം മരണപ്പെട്ടുപോയ, ഇല്ലായ്മയായ, മറക്കപ്പെട്ടുപോയ ഏതെങ്കിലും ഒരു സുന്നത്തിനെ ഒരാൾ ജീവൻ നൽകിയാൽ ഫഇന്ന ലഹു മിനൽ അജ്രി മിസ്ല ഉജൂരി മൻ അമില ബിഹാ, ആ സുന്നത്തനുസരിച്ച് ജീവിക്കുന്നതിൻ്റെ പ്രതിഫലം ആർക്ക് കൊടുക്കുന്നോ അതേപോലത്തെ പ്രതിഫലം അള്ളാഹു മറ്റവനും അതിന് സഹായിയായ ആളുകൾക്കും അള്ളാഹു കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശം. സഹോദരങ്ങളെ, ഈ നിലയിൽ നമ്മുടെ നബിയെ നമുക്ക് തുടരാൻ, നമ്മുടെ നബിയെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ, നമ്മുടെ എല്ലാ മേഖലകളിലും
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും പ്രവൃത്തിയും കൊടുക്കൽ വാങ്ങലുകളും സ്വഭാവങ്ങളുമായി മാറ്റാൻ അള്ളാഹു നമ്മെയും എല്ലാ സത്യവിശ്വാസി